നമസ്കാരം. എൻ്റെ പേര് സുജിത് സുകേശൻ പിള്ളി. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു. തമിഴ്നാട്ടിലെ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ ഭർത്താവ് അവരെ നിർദ്ദയം വെട്ടിക്കൊല്ലുകയും പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു എന്നാണ് വാർത്ത. ഈ വാർത്തയുടെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തിനായിരിക്കും ആ സ്ത്രീ അവരുടെ ഭർത്താവിനെ ചതിച്ചത്? അല്ലെങ്കിൽ ഭാര്യ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ ഭർത്താവ് എന്തിനാണ് ഭാര്യയെ നിർദ്ദയം വെട്ടിക്കൊന്നത്? ഒപ്പം തന്നെ ഭർത്താവ് ജയിലിലും ഭാര്യ മരണത്തിൻ്റെ വഴിയിലും മാറിയപ്പോഴേക്കും അവരുടെ മക്കൾ, അവരുടെ ഭാവി, അതിനെക്കുറിച്ച് രണ്ടുപേരും ചിന്തിച്ചില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ മനുഷ്യ ജീവിതം എന്തിനാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. മനുഷ്യ ജീവിതം നമ്മൾ മതഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ഏറ്റവും അമൂല്യമായ ജീവിതമാണ് മനുഷ്യജന്മം എന്നൊക്കെ പറയും. അത് നമ്മൾ മറ്റുള്ള ജീവിജാലങ്ങളെ വിലയിരുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിരുന്നാലും മനുഷ്യനുള്ള ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്തകളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവുണ്ടെന്നാണ്. മനുഷ്യൻ്റെ ചിന്തകളെക്കുറിച്ച് ചിന്തിച്ച് നല്ലത് ചിന്തിക്കണോ ചീത്ത ചിന്തിക്കണോ എന്ന് തീരുമാനമെടുക്കുവാനും അതിനൊപ്പം നീങ്ങുവാനും അവൻ്റെ ജീവിതത്തിനെ വിധിക്ക് വിട്ടുകൊടുക്കാതെ അവനിഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാനുള്ള അവസരം. ഒരു മനുഷ്യൻ്റെ ജീവിതം എന്തിനാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും ആ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ അവൻ്റെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിൻ്റെ ബന്ധമെന്നത്. കേവലം മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധമല്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ സസ്യങ്ങളും ജന്തുക്കളും ഈ പ്രപഞ്ചം തന്നെയുമായിട്ടുള്ള ഒരു ബന്ധമാണ് ബന്ധമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ബന്ധത്തിലൂടെ നമ്മളുടെ മാനസികാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ നമ്മൾ എന്തായിരുന്നോ അതിനേക്കാൾ, അല്ലെങ്കിൽ ഇന്നലെ എന്തായിരുന്നോ അതിനേക്കാൾ ഒരുപിടി മെച്ചപ്പെട്ട നാളെ, അതാണ് മനുഷ്യജന്മത്തിൻ്റെ പ്രധാന ഉദ്ദേശം. എന്തെങ്കിലുമൊക്കെ കഴിച്ച് സുഖിച്ച് ഉറങ്ങി ഓരോ ദിവസവും ജീവിതം വെറുതെ തള്ളി നീക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മളുടെ ജീവിതം ഇനി എത്രയുണ്ട് എന്നുള്ളതായി.